ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു അവർ ചാനൽ. നമുക്കിന്ന് താമരേൻ്റെ ട്യൂബർ എങ്ങനെയാണ് നടുന്നതെന്നുള്ളത് നോക്കാം. താമര നടാൻ വേണ്ടിയിട്ട് ഒരു മണ്ണുള്ള വേസിൻ വേണം. അപ്പോൾ അതിലേക്ക് ഒരു പിടി എല്ലുപൊടി ഇടുക. എല്ലുപൊടി ഇട്ടതിന് ശേഷം പിന്നെ നമുക്ക് വേണ്ടുന്ന വളം ചാണകപ്പൊടിയാണ്. ചാണകപ്പൊടി നമ്മുടെ 3 കൈപ്പിടിയിൽ ഇടുക. ഇച്ചിരി കൂടിയാലും കുഴപ്പമില്ല, വളമല്ലേ, നല്ലതാണ്. ചാണകപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഇനി നമുക്ക് വേണ്ടുന്നത് മണ്ണാണ്. മണ്ണ് നമുക്ക് ഇനി അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. മണ്ണ് ചാണകപ്പൊടി മിക്സ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ വളമൊക്കെ മുകളിൽ വന്നാൽ ചിലപ്പോൾ നമ്മുടെ ട്യൂബർ ചീഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഞാൻ താമര നടാൻ എടുത്തിരിക്കുന്നത് വീട്ടിലെ മുറ്റത്തെ മണ്ണാണ്. ചിലർ പാടത്തെ ചളി, പൂഴി, മണലിലൊക്കെ നടുന്നതെന്ന് പറയുന്ന കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ എടുത്തിരിക്കുന്നത് വീട്ടുമുറ്റത്തെ മണ്ണാണ്. അതുകൊണ്ട് വലിയ വലിയ കല്ലൊക്കെ ഞാൻ എടുത്ത് കളയുക ചെയ്തത്. പിന്നെ ഉള്ളത് വലിയ കല്ലല്ല, കുറേ ഭാഗം മണ്ണിൻ്റെ കട്ട തന്നെയാണ്. ഇത് നമ്മുടെ പക്ഷിക്കുഞ്ഞുങ്ങളെ അച്ഛൻ കിളിയും അമ്മക്കിളിയാണ്. അപ്പോൾ നമുക്കിനി ട്യൂബർ എങ്ങനെ നടുന്നതെന്ന് നോക്കാം. ഇത് അമോർജിയേൻ്റെ ട്യൂബറാണ്. അപ്പം താമര നടുമ്പം ടബിൻ്റെ സൈഡിലാണ് ട്യൂബർ നട്ടെടുക്കുക. അപ്പം ഗ്രോത്ത് ടിപ്പൊക്കെ ഇപ്പം മുകളിലായിട്ട് തന്നെ വേണം. ആമ്പൽ നടുമ്പം നമ്മൾ ടബിൻ്റെ നടുക്ക നട്ടുകൊടുക്കുക. എന്നിട്ട് ആമ്പലിനാണെങ്കിൽ വളം പിന്നെ നമ്മൾ കൊടുക്കുമ്പം സൈഡിലും, താമരക്ക് വളം കൊടുക്കുമ്പം പിന്നെ നടുവിലായിട്ടാണ് വളം കൊടുക്കുകയും ചെയ്യുക. ഇനി നമുക്ക് അതിലേക്ക് വെള്ളം നിറയ്ക്കാം. വെള്ളം നിറയ്ക്കുമ്പം മണ്ണ് കലങ്ങിപ്പോകുന്നതുകൊണ്ട് എന്തെങ്കിലും ഒരു ഇലയോ അല്ലെങ്കിൽ എന്തെങ്കിലും കട്ടയോ വെച്ചിട്ട് നിറച്ച് കൊടുക്കാം. വെള്ളം നിറയ്ക്കുന്നില്ല, ഇനി ഞാൻ കുറച്ച് സ്പീഡിൽ എന്നാൽ അടിച്ചു വിടാം, അല്ലെങ്കിൽ പിന്നെ ബോറായിരിക്കും. ഒരു ട്യൂബറും കൂടിയാണ് എനിക്ക് നടാൻ വേണ്ടി. അപ്പോൾ അതിന് മണ്ണ് തേക്കാത്തതുകൊണ്ട് കുറച്ചുകൂടി മണ്ണ് ഞാൻ എടുത്തിട്ട് വരുന്നതൊക്കെ എൻ്റെ ക്യാമറമാനായിട്ട് കഷ്ടപ്പാടുകളൊക്കെ ഒപ്പിയെടുത്തായിരുന്നു. അപ്പോൾ ഞാൻ മണ്ണൊക്കെ നിറച്ചു.
അമേരിക്കൻ മെല്ലിയൻ്റെ ട്യൂബറായിരുന്നു. പിന്നെ നടാനുണ്ടായ വീട്ടിൽ തന്നെ ഉള്ളതായിരുന്നു. ഞാൻ പിന്നെ ഈ ട്യൂബറൊക്കെ വാങ്ങിക്കുന്ന നീതൂസ് മധൂസ് വേൾഡ് എന്ന് പറഞ്ഞിട്ടൊരു ചേച്ചിയുടെ യൂട്യൂബ് ചാനലുണ്ട്. അതിൽ നിന്നാണ് ഞാൻ ട്യൂബറൊക്കെ വാങ്ങിക്കുന്നത്. ചേച്ചിയുടെ അടുത്തുള്ളതൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബേഴ്സാണ്. നന്നായിട്ട് തന്നെ നല്ല രീതിയിൽ പാക്ക് ചെയ്തിട്ടൊക്കെ ചേച്ചി അയച്ചു തരും. ഗ്രോത്ത് ടിപ്പൊക്കെ മുകളിലാക്കി ഞാൻ ട്യൂബർ നട്ടു കൊടുക്കുകയാണ്. അപ്പോൾ ട്യൂബറൊക്കെ നല്ല സെറ്റായിട്ട് നട്ടു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം ഒഴിക്കുകയാണ് വേണ്ടത്. വെള്ളം നിറച്ച് കൊടുക്കാം. ആ ട്യൂബറിൽ തന്നെ ലീഫൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ വേറെ ലീഫോ വേറെ കട്ടയൊന്നും വെക്കാൻ നിന്നില്ല. അതിലേക്ക് തന്നെയാണ് വെള്ളം ഇതാക്കിയിട്ട് നിറച്ച് കൊടുത്തത്. പിന്നെ അതിലെ വെള്ളമൊക്കെ നിറച്ച് കൊടുത്തതിന് ശേഷം ആമ്പലിലേക്കും ബാക്കിയുള്ള ഇതിലേക്കൊക്കെ വെള്ളം നിറച്ച് കൊടുത്തു. അപ്പോൾ വെള്ളമൊന്നും ഒട്ടും കലങ്ങാതെ തന്നെ ടബിൽ നല്ല വൃത്തിയിൽ നിറച്ച് കൊടുത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്